ഹായ് ഓൾ, എല്ലാവർക്കും Upbeat Pinnacle അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത് 10ാം ക്ലാസ്സിലെ മൂന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ് അല്ല എങ്കിൽ സാധ്യതകളുടെ ഗണിതം എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അത് കൊടുത്തേക്കുന്ന വാക്ക് കാണുമ്പോൾ നമുക്കറിയാം, ചാൻസ് അല്ലെങ്കിൽ സാധ്യത. നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റാത്തൊരു കാര്യത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സാധ്യത അല്ല എങ്കിൽ ചാൻസ് എന്ന് പറയപ്പെടുന്നത്, അല്ലേ? അപ്പോൾ അതെങ്ങനെയാണ് മാത്തമാറ്റിക്സ് പരമായി നമ്മൾ അതിനെ കണ്ടുപിടിക്കാൻ പോകുന്ന രീതി എങ്ങനെ നമുക്ക് നോക്കാം. വളരെ സിമ്പിളായിട്ട് പഠിച്ചു പോകാം. അതിനായിട്ട് നമ്മളൊരു ബോക്സ് എടുക്കുകയാണ്. ആ ബോക്സിനകത്ത് 5 ബ്ലാക്ക് ബോളും ഉണ്ട്, 6 വൈറ്റ് ബോളും ഉണ്ടെന്ന് കരുതുക. ഒരു ബോക്സ് എടുത്തു, ആ ബോക്സിനകത്ത് 5 ബ്ലാക്ക് ബോളും ഉണ്ട്, 6 വൈറ്റ് ബോളും ഉണ്ട്. ഞാൻ കണ്ണടച്ചുകൊണ്ട് ഒരു ബോൾ എടുക്കുകയാണെങ്കിൽ ആ ബോള് എന്താകാനുള്ള, ബ്ലാക്ക് ആകാനുള്ള പ്രോബബിലിറ്റി എന്താണ് നമുക്ക് കണ്ടുപിടിക്കാൻ പോകുന്നത്. പ്രോബബിലിറ്റി അല്ലെങ്കിൽ അതിനെ പറയുന്ന പേരാണ് സാധ്യത എന്ന് പറയും. നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കേണ്ടത്, പ്രോബബിലിറ്റി അല്ല എങ്കിൽ സാധ്യത എന്ന് പറയുന്ന സാധനം. നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഈ ഒരു ബോക്സ് ഉണ്ട്, ആ ബോക്സിനകത്ത് നമുക്ക് എന്തിനാ കണ്ടുപിടിക്കേണ്ടത്? കണ്ണടച്ചുകൊണ്ട് ഒരു പന്ത് എടുത്തു കഴിഞ്ഞാൽ ആ പന്ത് ബ്ലാക്ക് ആകാനുള്ള പ്രോബബിലിറ്റിയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, കണ്ടുപിടിക്കാനായിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് സാധനം കണ്ടുപിടിക്കുക നമുക്ക് നോക്കാം. പ്രോബബിലിറ്റി കണ്ടുപിടിക്കുന്ന രീതി എങ്ങനെ നമുക്ക് നോക്കാം. ഓക്കെ, നോക്കാം. 5 ബ്ലാക്ക് ബോളും 6 വൈറ്റ് ബോളും ഉണ്ട്. അവിടെ നിന്ന് കണ്ണടച്ചുകൊണ്ട് ഒരു പന്തെടുത്താൽ അത് ബ്ലാക്ക് ആകാനുള്ള പ്രോബബിലിറ്റി എന്താണ് നമ്മൾ നോക്കാൻ പോകുന്നത്. വളരെ സിമ്പിളാണ്. നിനക്ക് എന്താണോ കണ്ടുപിടിക്കേണ്ടത്, നിനക്ക് ആടെ സാധ്യത കണ്ടുപിടിക്കേണ്ടത്, ബ്ലാക്ക് ആണോ എന്നുള്ള സാധ്യത കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ എണ്ണത്തെ, ബ്ലാക്കിൻ്റെ എണ്ണം എത്രയാണ്? 5. അപ്പോൾ 5 ഡിവൈഡഡ് ബൈ ടോട്ടൽ എണ്ണം. ടോട്ടൽ എത്ര പേരുണ്ട്? 6 5 11. കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ പ്രോബബിലിറ്റി. അപ്പോൾ ഇവിടുന്ന് വൈറ്റ് ഇടാനുള്ള പ്രോബബിലിറ്റി എത്ര ആയിരിക്കും? ഇവിടെ വൈറ്റ് ഇടാനുള്ള പ്രോബബിലിറ്റി എന്ന് പറഞ്ഞ് വൈറ്റ് ഇടാനുള്ള പ്രോബബിലിറ്റി എത്ര ആയിരിക്കും? നിനക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? വൈറ്റാ അല്ലെങ്കിൽ വെള്ള കിട്ടാനുള്ളയാ? വെള്ള എത്ര എണ്ണം ഉണ്ട്? ഇവിടെ 6 എണ്ണം ഉണ്ട്. ടോട്ടൽ എത്ര എണ്ണം ഉണ്ട്? 11. പ്രോബബിലിറ്റി എഴുതുന്ന നിനക്ക് എന്താണോ കണ്ടുപിടിക്കേണ്ടത് അതിൻ്റെ എണ്ണം എത്ര? 6 ഡിവൈഡഡ് ബൈ 11. പക്കയല്ലേ? കഴിഞ്ഞു. നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ ചോദ്യത്തിലേക്ക് പോകാം. സിമ്പിളാണ്, നിങ്ങൾ ഇപ്പോൾ തന്നെ പറയുകയും ചെയ്യും. നോക്കിയ ചോദ്യം ഇതാണ്: എ ബോക്സ് കണ്ടെയ്ൻസ് 6 ബ്ലാക്ക് ആൻഡ് 4 വൈറ്റ് ബോൾസ്. ഒരു ബോക്സിനകത്ത് ആരൊക്കെ ഉണ്ടടാ? 6 ബ്ലാക്ക് ബോൾസും ഉണ്ട്, 4 വൈറ്റ് ബോൾസും ഉണ്ട്. ഇഫ് എ ബോൾ ഈസ് ടേക്കൺ ഫ്രം ഇറ്റ്, നിങ്ങൾ ഒരു ബോൾ എടുക്കുകയാണെങ്കിൽ വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഇറ്റ് ബീയിങ് എ ബ്ലാക്ക്? ആ എടുത്ത സാധനം എന്താകാനുള്ള, ബ്ലാക്ക് ആകാനുള്ള പ്രോബബിലിറ്റി. ആൻഡ് ദ പ്രോബബിലിറ്റി ഓഫ് ഇറ്റ് ബീയിങ് എ വൈറ്റ് ആകാനുള്ള പ്രോബബിലിറ്റി അല്ലെങ്കിൽ വെളുത്തതാകാനുള്ള പ്രോബബിലിറ്റി. സിമ്പിൾ കണ്ടുപിടിക്കാം. ബ്ലാക്കിന്റെ പ്രോബബിലിറ്റി കാണുന്നത് എങ്ങനെയാടാ? നിനക്ക് എന്താണോ കണ്ടുപിടിക്കേണ്ടത്, ബ്ലാക്കാ കണ്ടുപിടിക്കേണ്ടത്, അതിന്റെ എണ്ണം എത്ര? 6. അപ്പൊ 6 ഡിവൈഡഡ് ബൈ ടോട്ടൽ എണ്ണം എത്ര? 10. കഴിഞ്ഞു. ഇത്രയുള്ള പ്രോബബിലിറ്റി ബ്ലാക്ക് കിട്ടാനുള്ള. ഇനി വൈറ്റ് കിട്ടാനുള്ളയോ? സെയിം പറഞ്ഞ കണ്ടന്റ് തന്നെ. എന്താ പറഞ്ഞത്? നിനക്ക് എന്താണോ കണ്ടുപിടിക്കേണ്ടത്? വൈറ്റ് എത്ര എണ്ണം ഉണ്ടാ? 4 എണ്ണം. അപ്പൊ 4 ഡിവൈഡഡ് ബൈ ടോട്ടൽ എത്ര എണ്ണം ഉണ്ട്? 6 4 10. കഴിഞ്ഞു. 4/10. ഇത്രേ ഉള്ളൂ കാര്യം. സിമ്പിൾ അല്ലേ? ചെയ്യാൻ സിമ്പിൾ അല്ലേ? പിന്നെ കുറച്ചുകൂടി ചുരുക്കി പറയുകയാണ്, ഇത്രേ ഉള്ള പ്രോബബിലിറ്റി കാണുന്ന ഫോർമുല ഇതാണ്: ഫേവറബിൾ ഔട്ട്കം ഡിവൈഡഡ് ബൈ ടോട്ടൽ ഔട്ട്കംസ്. അല്ലെങ്കിൽ എന്താണോ നിനക്ക് കണ്ടുപിടിക്കേണ്ടത് അതിന്റെ എണ്ണത്തെ എന്തുകൊണ്ട് ഹരിക്കുക? ടോട്ടൽ എണ്ണം കൊണ്ട് ഹരിക്കുക. അടുത്തൊരു ചോദ്യം നോക്കാം. There are 3 red balls and 7 green balls in a bag. ഒരു ബാഗിനകത്ത്, ഫസ്റ്റ് ബാഗ് നമ്മൾ എടുക്കാം, കാരണം ഇവിടെ ക്വസ്റ്റ്യൻ 2 ബാഗ് പറയുന്നുണ്ട്, അതുകൊണ്ടാണ്. ഫസ്റ്റ് ബാഗിനകത്ത് 3 റെഡ് ബോളും 7 ഗ്രീൻ ബോളും ഉണ്ട്. 3 ചുവപ്പ് പന്തും 7 പച്ചപ്പന്തും ഉണ്ട്. രണ്ടാമത്തെ ബാഗിനകത്ത് നമുക്ക് എന്തൊക്കെയുണ്ട്? 8 റെഡ് ബോളും ഉണ്ട്, അതുപോലെ തന്നെ 7 ഗ്രീനും ഉണ്ട്, 7 പച്ചപ്പന്തും ഉണ്ട്. ഇനി ചോദ്യം ഓരോ നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത്, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ റെഡ് ബോൾ ഫ്രം ദ ഫസ്റ്റ് ബാഗ്? ആദ്യത്തെ ബാഗിൽ നിന്നും റെഡ് ബോൾ കിട്ടാനുള്ള പ്രോബബിലിറ്റി. ഒന്നാമത്തേൻ്റെ ആൻസർ ആണ്. ആദ്യത്തെ ബാഗ് ഇതാണല്ലേ, റെഡ് ബോൾ കിട്ടാനുള്ള സാധ്യത എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഇപ്പോഴേ ഉത്തരം പറയാൻ പറ്റുമല്ലോ. റെഡാ കണ്ടുപിടിക്കുക. റെഡിന്റെ എണ്ണം എത്ര ആടാ? 3. ഇപ്പൊ 3 ഡിവൈഡഡ് ബൈ താഴെ നമ്മൾ എന്തിനാ എഴുതുന്നത്? ടോട്ടൽ എണ്ണം. ടോട്ടൽ എത്ര ഉണ്ട്? 7 3 10. കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഫ്രം ദ സെക്കൻഡ് ബാഗ്. റെഡ് തന്നെ ഏത് ബാഗിൽ നിന്നാണെങ്കിൽ, സെക്കൻഡ് ബാഗിൽ നിന്നാണെങ്കിൽ എത്ര ആയിരിക്കും കിട്ടുന്നതെന്നാണ് ചോദിച്ചേക്കുന്നത്. സെക്കൻഡ് ബാഗിൽ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഇതേ കിടക്കുന്ന സെക്കൻഡ് ബാഗിൽ റെഡ് എത്ര എണ്ണം ഉണ്ടാ? 8 എണ്ണം ഉണ്ട്. 8 ഡിവൈഡഡ് ബൈ ടോട്ടൽ എത്ര കളേഴ്സ് അല്ല എത്ര ബോൾസ് ഉണ്ട് അതിനകത്ത്? 7 8 15 എണ്ണം ഉണ്ടല്ലേ. അപ്പൊ 8 ഡിവൈഡ് ബൈ 15 എന്ന് കിട്ടും. കഴിഞ്ഞു. ഓക്കെയാണ്. ലാസ്റ്റ് ചോദ്യം
മൂന്നാമത്തെ ചോദ്യം പറയുന്നത് ഇഫ് ഓൾ ദ ബോൾസ് ആർ പുട്ട് ഇൻ എ സിംഗിൾ ബാഗ്, ഈ ഫസ്റ്റ് ബാഗിലുള്ളയും സെക്കൻഡ് ബാഗിലുള്ള ആളിനെയും കൂടി എടുത്ത് മറ്റൊരു ബാഗിൽ ഇടുന്നു, അല്ലെങ്കിൽ ഒരു ഒറ്റ ബാഗിലേക്ക് ആക്കുന്നു. ഒറ്റ ബാഗിലേക്ക് ആക്കുമ്പോൾ എന്ത് സംഭവിക്കണം? ഇവിടെ 3 റെഡ് ഉണ്ട്, ഇവിടെ 8 റെഡ് ഉണ്ട്. നമ്മൾ ചേർക്കുമ്പോൾ എത്രയായി? 11 റെഡ് ആയിട്ട് മാറും. ഇനിയാ ഇവിടെ 7 ഗ്രീൻ ഉണ്ട്, ഇവിടെ 7 ഗ്രീൻ ഉണ്ട്. മൊത്തം എത്രയായി? 14 ഗ്രീൻ ആയിട്ട് മാറും. ഓക്കെ, ഇനി ഇവിടെ നിന്നും ആരെ കിട്ടാനുള്ള ചോദ്യത്തേക്ക് നോക്കാം. വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ റെഡ് ബോൾ ഫ്രം ഇറ്റ്? ഇവിടെ നിന്ന് ഈ സിംഗിൾ ബാഗിലേക്ക് ആക്കിയതിനു ശേഷമുള്ള ഇവിടെ നിന്നും റെഡ് കിട്ടാനുള്ള പ്രോബിലിറ്റി. ഇങ്ങനെ പ്രോബിലിറ്റി അല്ലെങ്കിൽ സാധ്യത കാണുന്നത് നിനക്ക് എന്താ കണ്ടുപിടിക്കുക? റെഡിനെയാ. റെഡ് എത്ര എണ്ണം ഉണ്ട്? 11 എണ്ണം ഉണ്ട്. 11 ഡിവൈഡഡ് ബൈ ടോട്ടൽ എത്ര എണ്ണം ഉണ്ട്? 11 + 14 കൂട്ടുമ്പോൾ എത്ര കിട്ടും? 25. കഴിഞ്ഞു. ദാറ്റ് ഇസ് കംപ്ലീറ്റ്. അപ്പൊ എങ്ങനെ മക്കളെ പ്രോബിലിറ്റി കാണുന്നത്? നിനക്ക് എന്താണോ കണ്ടുപിടിക്കേണ്ടത് അതിൻ്റെ എണ്ണത്തെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുക? ടോട്ടൽ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ ആണോ? ഫേവറബിൾ ഔട്ട്കം ഡിവൈഡ് ബൈ ടോട്ടൽ ഔട്ട്കം. ഇത്രയും കാര്യം മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ബാക്കിയുള്ള പ്രോബ്ലങ്ങളുമായിട്ട് നമുക്ക് അടുത്ത ദിവസം വരാം. എല്ലാവരും വീഡിയോ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ആ നോട്ടിഫിക്കേഷൻ കൂടെ ഓണാക്കി വെച്ചേക്കുക. വീഡിയോ വരുമ്പോൾ നമുക്ക് ഉടനെ തന്നെ നോട്ടിഫിക്കേഷൻ ബാറിൽ അതിൻ്റെ നോട്ടിഫിക്കേഷൻ എത്തുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.